ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കുഞ്ഞുണ്ടായിട്ട് അതിന്റെ മുഖം ഒന്ന് കാണാൻ പോലും ഭാഗ്യമുണ്ടായില്ലല്ലോ. വയറ്റി വെച്ച് തന്നെ അതിനെ വിഷം കൊടുത്ത് കലക്കി കളഞ്ഞില്ലേ ആ ഭയങ്കരി. എന്തായാലും അച്ഛനും അമ്മയും കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഞങ്ങളൊക്കെ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? പാവം ദിയമോള് സങ്കടപ്പെട്ട് കരഞ്ഞോണ്ട് നടക്കുകയായിരുന്നു ഇവിടെ. നോക്കിക്കോ, ദിയമോള് സ്കൂളിൽ നിന്ന് രമ്യ ടീച്ചറിന്റെ ചൂരലെടുത്തിട്ട് വരും. ഇനി പറയാതെ പോയാ അച്ഛന്റെയും അച്ഛമ്മേരെയും ചന്തി അടിച്ചു പൊട്ടിക്കും. ഇത് തന്നെയാ മോളെ അതിനുള്ള മരുന്ന്. ഞങ്ങള് കാരണം എല്ലാരും സങ്കടപ്പെട്ടതിൽ ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദിയമോളോട്. ഇപ്പോഴത്തേക്ക് ദിയമോള് ക്ഷമിച്ചിരിക്കുന്നു. മക്കളൊക്കെ ഒരുപാട് വിഷമിച്ചു, നാണക്കേടായി. ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിച്ചോ? അതിനിടയിൽ ആ പേഴ്സ് നഷ്ടപ്പെട്ടതാ കാര്യങ്ങളാകെ വഷളാക്കിയത്. പാവ എന്റെ വന്ദനമോള് ട്രെയിനിന്റെ മുന്നിൽ ചാടി മരിച്ചവരെ തിരിച്ചറിയാൻ പോലീസുകാര് പറയുമ്പോഴുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കിയേ. അത് മാത്രോ, ID കാർഡും പോലീസുകാര് കാണിച്ചു അത്രേ. എല്ലാം മാധവേട്ടൻ പറഞ്ഞിട്ടാ. മാധവേട്ടൻ പറയാനും ഞാനിങ്ങോട്ട് അനുസരിക്കാനും. എല്ലാത്തിനും ഉപദേശം തരുന്ന നിനക്ക് വേണ്ടാന്ന് പറഞ്ഞുകൂടായിരുന്നോ? അതും ശരിയാ. ഇതിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മ തൊട്ടെത്തിയതും ഇല്ലെന്ന് പറഞ്ഞതുപോലെയായി. ആനന്ദാശ്രമത്തിൽ പോകുന്നു എന്ന് എഴുതി വെച്ചിട്ട് ഇറങ്ങുകയും ചെയ്തു, ആനന്ദാശ്രമത്തിന്റെ പരിസരത്ത് പോലും എത്തിയതും ഇല്ല. നമ്മള് കാരണം പിള്ളേരും ബുദ്ധിമുട്ടി. പണിയെല്ലാം പറ്റിച്ചിട്ട് രണ്ടുപേരും ഇവിടെ വന്നിരിക്കല്ലേ? മോളെ വേണ്ട, എന്നെ ആരും മോളിൽ നിന്നും വിളിക്കണ്ട. വയസ്സുകാലത്ത് എന്താ കാണിച്ചത്? രണ്ടാളും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നു. ആരെങ്കിലും പിടിച്ചോണ്ട് വരുന്നെങ്കിലോ? നാട്ടില് മുഴുവൻ പിള്ളേരെ പിടുത്തക്കാരാ. അവര് പിടിച്ചോണ്ട് പോയിട്ട് കണ്ണുകുത്തി പൊട്ടിച്ചിട്ട് കിളവിനെ പിച്ചടിപ്പിച്ചേനെ. അവരെ വലിയ ചാക്കുകളുമായിട്ടാ നടക്കുന്നത്. രണ്ടുപേരും ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. എന്നോട് ഇനി രണ്ടുപേരും മിണ്ടണ്ട. അഹങ്കാരം കാണിക്കുന്നത് ദിയമ്മക്ക് ഇഷ്ടമല്ല. അല്ല ചന്ദ്രു, നിനക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞില്ലേ? പേഴ്സ് കളഞ്ഞു പോയതുകൊണ്ട് വാങ്ങിച്ചു തരാൻ പറ്റിയില്ല. വാ, നമുക്ക് പോയി ഐസ്ക്രീം കഴിച്ചിട്ട് വരാം.
ഞാനും വരുന്നു. എങ്ങോട്ട്? ദിയമോള് പിണക്കമല്ലേ? അല്ല, പിണക്കൊക്കെ തീർന്നു. ആ? വാ, നമുക്ക് ഐസ്ക്രീം കുടിക്കാൻ പോവാം. ഓ, ഐസ്ക്രീം എന്ന് കേട്ടപ്പോ അവളുടെ പിണക്കം മാറിയത് കണ്ടില്ലേ? മിടുക്കി. ഹരിതേ, നിനക്കെന്താ ഒരു താല്പര്യമില്ലാത്ത മട്ട്? മൂടിക്കെട്ടിയ മുഖമായിട്ടാണോ ക്ഷേത്രത്തിലേക്ക് വരുന്നത്? കുറച്ച് പ്രസന്നതയൊക്കെ വേണ്ടേ? നമ്മൾ എന്തിനാ ഇപ്പൊ ക്ഷേത്രത്തിൽ വന്നത്? അത് നല്ല ചോദ്യം. എന്തിനാ ക്ഷേത്രത്തിലേക്ക് വരുന്നത്? പ്രാർത്ഥിക്കാൻ. ഉള്ളുരുകി വിളിച്ച വിളി കേൾക്കുന്ന ദേവിയാ ഇവിടെ. മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ച നിന്റെ എല്ലാ വേദനകൾക്കും പരിഹാരം ഉണ്ടാവും. നിന്റെ മനസ്സ് തിരയടങ്ങാത്ത കടല് പോലെയാന്ന് എനിക്കറിയാം മോളെ. ഒരു കുഞ്ഞുണ്ടായിട്ട് അതിന്റെ മുഖം ഒന്ന് കാണാൻ പോലും ഭാഗ്യമുണ്ടായില്ലല്ലോ. വയറ്റി വെച്ച് തന്നെ അതിനെ വിഷം കൊടുത്ത് കലക്കി കളഞ്ഞില്ലേ ആ ഭയങ്കരി. ആ കുഞ്ഞിനെ നീ പ്രസവിച്ചിരുന്നെങ്കി ഇപ്പൊ കമഴ്ന്ന് വീണ് എഴയുന്ന പ്രായമായേനെ. വീട്ടിലെല്ലാവർക്കും ഉത്സവമായിരുന്നേനെ. പ്രത്യേകിച്ചും ഒരു കുഞ്ഞിനെ പെറ്റു വളർത്താൻ യോഗമില്ലാത്ത എനിക്ക്. എല്ലാം തകർത്ത് കളഞ്ഞില്ലേ ആ മൂദേവി. എന്നിട്ടും അവളെ ജഗന്റെ ഭാര്യയെ കെട്ടിയെടുത്തിരിക്കല്ലേ. അവൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം ഹരിതേ. പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടില്ലേ എന്ന് പറഞ്ഞ് മൂടിക്കെട്ടിയിരുന്നാ പോരാ. ആ കുഞ്ഞിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കുഞ്ഞും നല്ലൊരു ജീവിതവും നിനക്കുണ്ടാവണേന്ന് പ്രാർത്ഥിക്കാനാ ഈ വരവ്. നീ വാ.